നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയായ TVK നേടിയ വിജയം തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സാധാരണ രീതിയിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്, ഒരു പൊതു ഘടനയുണ്ട്. ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ എക്കാലവും നിയന്ത്രിച്ചിട്ടുള്ളത്. അതായത് AIADMK അല്ലെങ്കിൽ DMK, ഇവർ രണ്ടുപേരും 5 വർഷം വീതം മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തമിഴ്നാട്ടിലുള്ളത്. ജയലളിതയും കരുണാനിധിയും എല്ലാം ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന വക്താക്കളായിരുന്നു. ഇവർ തമ്മിലുള്ള പോരാട്ടങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ വളരെ അധികം വീരകഥകളടങ്ങിയ ചരിത്രമാണ്. ഇത്തരത്തിൽ ധാരാളം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാം. ഇങ്ങനെ ദ്രാവിഡ പാർട്ടികൾ ഇത്തരത്തിൽ ദേശീയ പാർട്ടികളെ അടക്കം ഒതുക്കിക്കൊണ്ടാണ് തമിഴ്നാട് രാഷ്ട്രീയം മുന്നോട്ട് പോയത്. അവിടെ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ BJPക്കോ ഇതുവരെ യാതൊരു രീതിയിലുള്ള പറയത്തക്ക സ്വാധീനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് തമിഴ്നാട് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെയാണ് വിജയ് എന്ന ഒരു സിനിമാ താരം അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ TVKയെ ഉപയോഗിച്ചുകൊണ്ട്, ഒരു പുതിയ പാർട്ടിയാണ്, അതിനകത്ത് വിജയ് അല്ലാതെ എടുത്തു പറയാൻ തക്ക നേതാക്കന്മാരൊന്നും ഇതുവരെ ഇല്ല. പക്ഷേ പുതിയ തലമുറയെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പുതിയ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുന്നു, തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് വെറും 10 സീറ്റ് മാത്രമേ കുറവുള്ളൂ. ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചതോടുകൂടി തമിഴക രാഷ്ട്രീയത്തെ തന്നെ വിജയ് പൊളിച്ചെഴുതുകയാണ്. അതായത് ദ്രാവിഡ പാർട്ടികൾ അധികാരത്തിന് പുറത്ത് ഒരിടവേളയ്ക്ക് ശേഷം വരുന്നു. അവിടെ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രംഗപ്രവേശം ചെയ്യുന്നു. എന്നാലും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അഴിമതിയില്ലാതെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് വിജയ് രംഗപ്രവേശനം ചെയ്തത്. വിജയ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് അല്ലെങ്കിൽ എല്ലാവരും വിലയിരുത്തിയത് ഒരു മൂന്നാമത്തെ ശക്തിയായി വിജയ് മാറുമെന്ന് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും വലിയ രീതി ഭരണത്തിലേക്ക് വരുമെന്ന ഒരു വിചാരം ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിലയിരുത്തൽ അഭിപ്രായ സർവേകളിലോ എക്സിറ്റ് പോളുകളിലോ നമ്മൾ കണ്ടില്ല. 10-25 സീറ്റ് നേടുക, ഒരു ചെറിയൊരു വിഭാഗം വോട്ട് ഷെയർ നേടുക, അങ്ങനെ രാഷ്ട്രീയത്തിൽ പതിയെ ഒരു തുടക്കം കുറിക്കുക, ഇത് വിജയ്ക്ക് സാധിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. വിജയ് നേരെ നടന്നെടുത്തത് മുഖ്യമന്ത്രി കസേരയിലേക്കാണ്. തീർച്ചയായും ഏതാനും ചില ഘടകകക്ഷികളെ കൂട്ടുപിടിച്ചാൽ വിജയ്ക്ക് അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ ഈ വിജയം, പടുകൂറ്റൻ വിജയം, ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത വിജയം, DMKയുടെ മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിനെ പോലും തോറ്റ് തൊപ്പിയിടിച്ച് വീട്ടിലിരുത്തിയ വിജയം നേടിയത് എങ്ങനെയാണ്? രാഷ്ട്രീയ പാരമ്പര്യമോ രാഷ്ട്രീയ പരിചയമോ ഇല്ലാത്ത ടീം TVK എങ്ങനെയാണ് തമിഴ്നാട്ടിൽ അധികാരം നേടിയത്? ഈ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ പാടുപെടുകയാണ് തമിഴ്നാട് ജനത. ഈ ചോദ്യം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ 2 വീഡിയോകൾ തരംഗമായി മാറുന്നത്. ആ വീഡിയോകൾ ഇങ്ങനെയാണ്. ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നയാൾ പ്രശാന്ത് കിഷോറാണ്. വിജയിയെയും മറ്റും കാണുന്നുണ്ട്. വിജയും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും എല്ലാം ഇരിക്കുന്ന വേദിയിൽ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ ഒരു പ്രസ്താവന നടത്തുകയാണ്. അതായത്, എനിക്ക് തമിഴ് അറിയില്ല, ഞാൻ വിജയിയോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്, തമിഴ് എനിക്കറിയില്ല, പക്ഷേ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ വിജയ് എപ്പോഴാണോ അധികാരത്തിൽ വരുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയ് ഈ തമിഴകം പിടിക്കും. അങ്ങനെ തമിഴകം പിടിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് ഒരു പ്രസ്താവന നടത്തും, ഒരു പ്രസംഗം നടത്തും. ആ പ്രസംഗം പക്ഷേ തമിഴിലായിരിക്കും എന്നാണ് ഈ കിഷോർ കുമാർ എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ 1 വർഷത്തിന് മുമ്പ് പറഞ്ഞത്. അതായത് കിഷോർ കുമാർ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന രീതിയിൽ ഇന്ത്യ ഒട്ടുക്കും പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയുമായി വിജയ് കൈകോർക്കുന്നു എന്ന വാർത്തകൾ അന്ന് തന്നെ വന്നിരുന്നതാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. ഞാനൊരു പാവപ്പെട്ട ബീഹാറിയാണ്, എന്നെ ഈ തമിഴ്നാട്ടിലെ ആൾക്കാരെ ആർക്കും അറിയില്ല, പക്ഷേ തമിഴ്നാട്ടിൽ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട്, അത് ക്രിക്കറ്റർ ധോണിയാണ്. ആ ധോണിയേക്കാൾ പ്രശസ്തനായ ഒരു വ്യക്തിയായി ഞാൻ മാറും വിജയ് അധികാരത്തിൽ വരുമ്പോൾ എന്നും അദ്ദേഹം പറയുന്ന വീഡിയോ ഉണ്ട്. ഇതെല്ലാം തമിഴ്നാട്ടിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് TVK ഇത്തരത്തിൽ മിന്നുന്ന പ്രകടനത്തോടുകൂടി വൻ വിജയം നേടിയത് എന്നതിന് ഉത്തരമാണ് ഈ 2 വീഡിയോകൾ. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ 2014 അധികാരത്തിൽ എത്തിച്ചത് ഈ കിഷോർ കുമാർ നേതൃത്വം നൽകിയ, പ്രശാന്ത് കിഷോർ നേതൃത്വം നൽകിയ ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല,
മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ PR ക്യാമ്പയിനറായിട്ട് ഇദ്ദേഹത്തിൻ്റെ കമ്പനി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ വിജയുമായി കൈകോർക്കുന്നത്. അങ്ങനെ വിജയുമായി കൈകോർത്തുകൊണ്ട് അതീവ രഹസ്യമായി പ്രശാന്ത് കിഷോർ തമിഴക രാഷ്ട്രീയത്തിൽ നടത്തിയ ചില ലാബ് എക്സ്പെരിമെൻറ്റുകളാണ് ഇപ്പോൾ വലിയ വിജയത്തിലേക്ക് TVKയെയും വിജയയെയും കൊണ്ടെത്തിച്ചത് എന്ന ചർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രശാന്ത് കിഷോർ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. വിജയ് എൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ്, പക്ഷേ പ്രൊഫഷണലായി വിജയുമായി ഞാൻ കൂട്ടുകെട്ടൊന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2014 BJP അധികാരത്തിൽ എത്തിച്ച ആ ക്യാമ്പയിന് രൂപം നൽകിയത് ഒക്കെ പ്രശാന്ത് കിഷോർ ആയിരിക്കാം. പക്ഷെ പിന്നീട് BJP ഇദ്ദേഹത്തിൻ്റെ സഹായം തേടിയിരുന്നില്ല. പക്ഷേ എന്നിട്ടും BJP 2013 2024 ഒക്കെ വിജയിച്ചു കയറി. മാത്രമല്ല ആന്ധ്രാപ്രദേശിൽ YSR റെഡ്ഡി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ച ക്യാമ്പയിനും നേതൃത്വം നൽകിയത് ഈ പറയുന്ന പ്രശാന്ത് കിഷോറാണ്. അങ്ങനെ രാജ്യം അറിയപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസിനെ നിരവധി തവണ അധികാരത്തിൽ എത്തിച്ചത് പ്രശാന്ത് കിഷോറിൻ്റെ PR വർക്കാണ് എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ നിരവധി രാഷ്ട്രീയ പാർട്ടികളുമായി പ്രവർത്തിക്കുകയും വിജയകരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ തന്നെയാണ് ഈ പ്രശാന്ത് കിഷോർ. പക്ഷേ അദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ പാർട്ടിക്ക് നിലം തൊടാൻ കഴിഞ്ഞില്ല. ഒരു സീറ്റ് പോലും അവർക്കവിടെ നേടാനും സാധിച്ചില്ല എന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പ്രശാന്ത് കിഷോർ ക്യാമ്പയിൻ ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ പലതവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ചരിത്രവുമുണ്ട്. ഇങ്ങനെ ഒരു പ്രശാന്ത് കിഷോറിൻ്റെ ഒരു വർഷം മുമ്പുള്ള വാക്കുകളാണ് ഇപ്പോൾ വിജയുടെ വിജയത്തിന് പിന്നിൽ ഈ പ്രശാന്ത് കിഷോർ ആണ് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇതിൽ വാസ്തവമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ വിജയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ വിജയുടെ അനുകൂലമായി വലിയൊരു രഹസ്യ തരംഗം അത് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ആ രഹസ്യ തരംഗം സൃഷ്ടിച്ചത് രഹസ്യമായി നടത്തിയ ചില PR വർക്കുകളാണ് എന്ന് ഉറപ്പാണ്. ഗ്രൗണ്ട് ലെവലിൽ സൈലൻ്റായി നടത്തിയ ചില വർക്കുകളാണ് വിജയിയെ വിജയിപ്പിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനകത്തൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. പ്രശാന്ത് കിഷോറിനെ അക്കാര്യത്തിൽ നമുക്ക് സംശയിക്കാവുന്നതുമാണ്.